Ozempic, Wegovy, Manjaro. ഇത് എല്ലാം ഒരു വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ ആണ്. വീക്ക്ലി വൺസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് ഇത് മൂലം ഉണ്ടാകും. അത് ഇപ്പം സെലിബ്രിറ്റീസ് എല്ലാം എടുക്കുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് മിത്സ് ആൻഡ് ഫാക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ മിത്ത് ഇതൊരു കോസ്മെറ്റിക് വെയിറ്റ് ലോസ് മെഡിസിൻ ആണ് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി ഇത് ഡയബറ്റിസ് മെലിറ്റസിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആയിരുന്നു. പക്ഷെ ആ യൂസ് ചെയ്ത പേഷ്യൻസിൽ വെയിറ്റ് ലോസ് കണ്ടതുകൊണ്ട് ഇപ്പോൾ അത് വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഡിസിൻ എടുത്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അത് പ്രോബ്ലമേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ എങ്ങനെയാണ് ഈ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ അത് എംപ്റ്റി ആവുന്ന സമയം കുറച്ചിട്ട് നമ്മുടെ വിശപ്പ് കുറച്ചിട്ട് നമ്മുടെ ക്രേവിങ്സ് കുറച്ചിട്ട് നമ്മളെ ഒരു ഫുള്ളായിട്ട് തോന്നിപ്പിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻ എടുത്താൽ എന്തും കഴിക്കാം എന്നുള്ളത് മിത്താണ്. മൂന്നാമത്തതാണ് നമ്മൾ ഈ ഒരു മെഡിസിൻ എടുത്താൽ നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇല്ലാതെ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്രമാത്രം വെയിറ്റ് ലൂസ് ചെയ്തോ അതെല്ലാം നമ്മൾ റീഗെയിൻ ചെയ്യും. അടുത്ത മിത്താണ് ഈ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ ഫാറ്റിനെ മെൽറ്റ് ചെയ്യുന്നത്. അല്ല, ഇത് ഫാറ്റിനെ അല്ല മെൽറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത്, ഇത് ആർക്ക് വേണേലും യൂസ് ചെയ്യാം, ഇത് ഭയങ്കര സേഫ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക്, ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസീസസ് ഉള്ളവർക്ക്, ഇങ്ങനെയുള്ളവരൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് മിത്താണ് ഇത് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സേഫ് ആണെന്നുള്ള കാര്യം. സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മെഡിക്കൽ അഡ്വൈസിൽ പ്രകാരമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഈ മെഡിസിൻ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളും മെഡിക്കൽ സൂപ്പർവിഷൻ്റെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വാക്കിംഗ്, പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതുപോലെ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നിർത്തിയാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ സംഭവിക്കും. ഇതിനെക്കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണേ.